പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 14 തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 45 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദൈവീക വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ ദീർഘദർശി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചത് നിവൃത്തിയായത്, അതിനോടനുബന്ധിച്ച് കന്യകമറിയത്തിന്റെ ചാർച്ചക്കാരി എലിസബത്ത് മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് 6-ാം മാസം എന്ന് പറയത്തക്കവണ്ണം പ്രധാനപ്പെട്ട 2 ദൈവിക പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച വേദഭാഗങ്ങൾ. അങ്ങനെ വളരെ ധന്യമായ ലൂക്കോസിന്റെ 1-ാം അധ്യായം മനുഷ്യ മനസ്സുകളെ ബലപ്പെടുത്തുന്നതും അനുഗ്രഹിക്കുന്നതുമാണ്. ഇവിടെ നമ്മൾ 2 സ്ത്രീരത്നങ്ങളെ കാണുന്നു. ഒരാൾ 6 മാസം ഗർഭിണിയും, മറ്റേയാൾ ജസ്റ്റ് കൺസീവ് ചെയ്തു 1 മാസം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യമാണ്. ഒരാള് വയസ്സ് ചെന്നതാണ്, മക്കളില്ലാതിരുന്ന ആളാണ്. പക്ഷേ ഇതാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഒരാള് കന്യകയാണ്, വിവാഹം നിശ്ചയിച്ചവളാണ്. 2 പേർ 2 വിഭിന്ന തലങ്ങളിൽ ഉള്ളവരാണ്. പക്ഷേ ഇവരെ ദൈവം കരുതിയിരിക്കുന്നു. അങ്ങനെ ദൂതൻ പറഞ്ഞ് എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇതാ കന്യകമറിയം മലനാട്ടിലേക്ക് ഏൻ കരീമിലേക്ക് യാത്രയാകുന്നു. അവിടെ എലിസബത്തിനെ കണ്ടുമുട്ടി വന്ദനം ചൊല്ലിയപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന പിള്ള തുള്ളി. എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു. അങ്ങനെ കന്യക മറിയത്തിനെ അനുഗ്രഹിച്ച് ആത്മനിറവിൽ പറയുന്ന വാക്കുകളുടെ അവസാന ഭാഗമാണ് 45-ാം വാക്യമായി ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ആ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഒരു കന്യകയായ പെൺകുട്ടിയോട് ദൂതൻ വന്ന് ദൈവിക അരുളപ്പാട് പറയുകയും അവളുടെ സംശയം ദൂതൻ നിവാരണം ചെയ്തു കൊടുക്കുകയും പറഞ്ഞത് അതുപോലെ അവൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയും അതിലുമുപരിയായി അത് കന്യകമറിയമ്മയുടെ കാര്യത്തിന് മാത്രമല്ല, ഇതിന്റെ ചാർച്ചക്കാരി എലിസബത്ത് മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് 6-ാം മാസം എന്ന് പറഞ്ഞപ്പോൾ അത് നിശ്ചയമായും ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് എലിസബത്തിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ 2 കാര്യത്തിലും ദൈവദൂതൻ പറഞ്ഞത് അവൾ വിശ്വസിച്ചു. അതാണ് പറഞ്ഞത്, നീ ഭാഗ്യവതിയാണ്,
നിവർത്തിയാകും എന്ന് പറഞ്ഞത് നീ വിശ്വസിച്ചു. നമ്മൾ വേദപുസ്തകം ആദിയോടന്തം പഠിക്കുമ്പോൾ ഭാഗ്യവാന്റെയും ഭാഗ്യവതിയുടെയും നിരവധി അനവധി ലിസ്റ്റ് നമ്മൾക്ക് കാണാം. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അത് പറയുന്നു. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഭാഗ്യ പദവിയെക്കുറിച്ചാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം വായിച്ചു കേട്ടത്. പ്രിയ ദൈവമക്കളെ, ഈ 14-ാം തീയതി വെള്ളിയാഴ്ച അതിരാവിലെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളായി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു, മുഴുരാത്രി പ്രാർത്ഥനകള്, കൺവെൻഷൻ യോഗങ്ങള്, ഒറ്റയ്ക്കുള്ള കൂട്ടായ്മകള് എന്നു വേണ്ട ഏതെല്ലാം നിലകളിൽ പുതിയ പുതിയ പേരുകൾ ഇട്ട് വിളിക്കാമോ അങ്ങനെയുള്ള പ്രാർത്ഥനയും കൂട്ടവും കൂട്ടായ്മയിലും ഒക്കെ സംബന്ധിക്കുന്നു. നമ്മുടെ കർത്തൃദാസന്മാരെ കൂടാതെ പ്രഗത്ഭരായ അത്ഭുത സിദ്ധി ഉണ്ടെന്ന് സമൂഹം പറയുന്ന ക്രൈസ്തവ ലോകം അംഗീകരിച്ചിരിക്കുന്ന പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ കൈവച്ചും പ്രാർത്ഥിച്ചു പറഞ്ഞു, ദർശനം പറഞ്ഞു, നമ്മളെ പിടിച്ചു കുലുക്കിയും തള്ളിയിട്ടും ഒക്കെ ഒത്തിരി ദൂതുകൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ ദൂത് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞ ദൂത് പോകട്ടെ, നമ്മളോട് ദൈവം പറഞ്ഞത്, നാം കേട്ടത്, വചനത്തിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ, ആരാധനയിലിരുന്നപ്പോൾ തമ്പുരാൻ നമ്മൾ ഭാരത്തോടെ വിഷമത്തോടെ നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വചനത്തിൽ കൂടെ ഒരു ആലോചന തന്നു. അത് നമ്മൾ ഏറ്റെടുക്കുമോ? നമ്മളത് വിശ്വസിക്കുമോ? പ്രാർത്ഥനപ്പായെ ഇരിക്കുമ്പോഴും ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും ഭയങ്കര സ്തോത്രവും ഹല്ലേലൂയായും ഗ്ലോറിയും ഒക്കെയാ. ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അവിശ്വാസികളെക്കാൾ, അക്രൈസ്തവരെക്കാട്ടിൽ മഹാകഷ്ടമാണ്. കാരണം വിശ്വാസമൊക്കെ പറയാൻ കൊള്ളാം, ജീവിതത്തിൽ നമ്മളത് പാലിക്കത്തില്ല. എന്നാൽ എലിസബത്ത് മറിയത്തിനോട് പറയുകയാണ്, നിന്നോട് എന്ത് പറഞ്ഞോ അത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച നീയാണ് ഭാഗ്യവതി. അതുകൊണ്ട് കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ, കുറെ ഓടി നടന്നത് കൊണ്ടോ, ആത്മീയ പാരമ്പര്യം പറഞ്ഞത് കൊണ്ടോ, വീട്ടിൽ നിന്ന് ദൈവദാസന്മാര് മാറാതെ കേറി ഇറങ്ങിയത് കൊണ്ടോ, ദശാംശം മുറിയാതെ കൊടുത്തത് കൊണ്ടോ, വീട്ടുമുറ്റത്ത് കൺവെൻഷൻ നടത്തിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ഇതൊക്കെ നല്ലതാ, വേണ്ട, നല്ല ഉദ്ദേശിച്ചേ. പക്ഷേ അതും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതുമായി ഒരു ബന്ധവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ തമ്പുരാൻ പറയുന്നത് അതുപോലെ വിശ്വസിക്കണം. അതുകൊണ്ട് ഈ അതിരാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവമക്കളെ, നമ്മളോട് ഓരോരുത്തരോടും ദൈവം ഇടപെട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ആലോചന അറിയിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിതൊന്നും കേൾക്കുന്നുമില്ല, അറിയുന്നു പോലുമില്ല. കാരണം നമുക്കതിനൊന്നും സമയമില്ല. നമ്മൾ പ്രാർത്ഥിച്ചു വരുത്തി നമ്മുടെ കുറെ ആവശ്യങ്ങൾ, കുറെ പട്ടികകൾ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ഒരു വൺമാൻ ഷോ അല്ലേ? ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മളൊരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 1 മിനിറ്റെങ്കിലും അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള നിലയിൽ എത്ര പേര് ദൈവശബ്ദം കേൾക്കാൻ ക്ഷമ കാണിക്കുന്നുണ്ട്? നമ്മള് ശരവേഗത്തിൽ വാതോരാതെ കരഞ്ഞുകൊണ്ടും അല്ലാതെയും 15 മിനിറ്റ്, അരമണിക്കൂറ്, 1 മണിക്കൂറ് നമ്മള് റോക്കറ്റ് പോകുന്ന പോലെ പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയുന്നു, ചാടി എഴുന്നേൽക്കുന്നു. നമ്മളൊരു വലിയ ജോലി തീർത്തു. നമ്മൾ ഈ കർത്താവിനോട് പറഞ്ഞത്
കർത്താവ് കേട്ടെന്ന് എങ്ങനെ അറിയുന്നത്? അതിന് മറുപടി, മകനെ നീ ഇന്നതുപോലെ ചെയ്, മകളെ നീ ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്ക്, നീ ഒന്ന് ശരിയാക്, നീ ഒന്ന് വിശ്വസിക്ക്, നീ ഇന്ന കാര്യങ്ങൾ ചില മാറ്റം വരുത്ത്. ഇതൊക്കെ കർത്താവിന് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്തൊന്നും കൺസേൺ അല്ല. നമ്മുടെ കൺസേൺ മുഴുവനും നമ്മുടെ കാര്യം നടത്തി തരണം. ദൈവം നമ്മുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ്, നമ്മുടെ ഒരു സ്റ്റുവേർഡ്, നമുക്ക് നല്ലൊരു ഫിനാൻസർ, നല്ലൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥൻ, നല്ലൊരു പ്രൊട്ടക്ടർ, CCTVയെക്കാട്ടിലും ശക്തമായ നമ്മുടെ ഒരു കാവൽ സൂക്ഷിപ്പുകാരൻ. ഇതൊക്കെ ഉള്ളൂ ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം. നമ്മൾ ഇങ്ങനൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും ജീവിതവും ഇതൊക്കെയാണ്. പക്ഷേ ദൈവത്തിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയത്തെക്കുറിച്ച്, നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച്, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തെക്കുറിച്ചുള്ള ആലോചനകൾ. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഒരുവൻ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുവിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അവനതെല്ലാം സമ്മതിച്ചു. അത് കഴിഞ്ഞുണ്ടെ കർത്താവ് അവനെ അധികം സ്നേഹിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കും. അതെ, കർത്താവിന് നമ്മളോട് പറയാനുണ്ട്. കാരണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളായി മാറരുത്. ആവശ്യങ്ങൾ പറയുന്ന വെറും ഒരു മെഷീനാക്കി ദൈവത്തെ മാറ്റരുത്. ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കാൻ ക്ഷമ വേണം, സാവകാശം വേണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. നമ്മൾ പകലോ രാത്രിയോ യാത്ര ചെയ്യുമ്പോൾ, ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അലസരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ കാട് കയറുന്നതല്ലാതെ, ദൈവമേ എന്റെ ഈ വിഷയത്തിന്മേൽ അങ്ങേക്കുള്ള ആലോചന എന്താണ്? ഒരു പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ? എന്നാൽ എലിസബത്ത് പറയുകയാണ്, കുഞ്ഞെ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചു, നീയാണ് ഭാഗ്യവതി. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് തന്റെ മക്കളോട് ചിലത് സംസാരിക്കാനുണ്ട്, അറിയിക്കാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളില്ലേ, എന്താണ് അതിന്റെ താമസം? അതിന്റെ താമസം മറ്റൊന്നുമല്ല, തമ്പുരാൻ അതിന് മറുപടി തരുവാൻ നമ്മൾ പാലിക്കേണ്ടതായ, ചെയ്യേണ്ടതായ, ക്രമീകരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നാം ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ അതെന്താണെന്ന് കേൾക്കണം. അത് കേട്ടിട്ടില്ല, അത് കേൾക്കാത്തിടത്തോളം കാലം പ്രാർത്ഥനയുടെ മറുപടി താമസിക്കും. നമുക്കറിയാം, ഒരു രാജ്യത്ത് പോകണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. പാസ്പോർട്ടിന്റെ കോപ്പി നൽകണം, ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണം, മെഡിക്കൽ വേണം, അവിടത്തേക്കുള്ള NOC വേണം. അങ്ങനെ പോകുന്നു ചിട്ടവട്ടങ്ങൾ. അത് കഴിയുമ്പോഴാണ് നമുക്ക് അവിടത്തേക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണവും. എന്നാലും എത്ര കടമ്പകൾ കടന്നാൽ ആ രാജ്യത്തോ ആ ദേശത്തോ എത്തിപ്പെടാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടിക്ക് ദൈവത്തിന് ചിലത് പറയാനുണ്ട്. നമ്മളത് ക്ഷമയോടെ കേട്ട് അത് വിശ്വസിച്ച് പാലിക്കുമ്പോൾ ഞാനും നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യവതിയാകും. അതുകൊണ്ട് ജീവജലത്തിന്റെ പ്രേക്ഷകരായ എന്റെ എല്ലാ മാതാപിതാക്കളും, സഹോദരീ സഹോദരങ്ങളും, എന്റെ യുവജന സുഹൃത്തുക്കളും, എന്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളും ഈ കന്യകമറിയാമിനെ പോലെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാകണം. അത് എലിസബത്ത് നമുക്ക് പൊരുള് തിരിച്ചു പറയുന്നു. നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്നോട് പ്രവചിച്ചു പറഞ്ഞത്
നിനക്ക് നൽകിയ ദൂത് നിവൃത്തിയാകുമെന്ന് നീ വിശ്വസിച്ചു, നീ അത് കേട്ടു, ഏറ്റെടുത്തു, നീയാണ് ഭാഗ്യവതി. അതുകൊണ്ട് നമുക്കും ആ ഭാഗ്യപദവിയിലേക്ക് എത്തിച്ചേരാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, ഭവനത്തെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളെ ഓർത്ത് വ്യാകുലത്തോടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, അതിന്മേൽ ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. നമ്മളെന്നും രോഗികളായിട്ടും വേദനിച്ചും കണ്ണുനീരൊഴുക്കിയും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മൾ മിടുക്കരായി സന്തോഷത്തോടെ ചിരിച്ച് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷേ അതിന് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എന്നും കുന്നും ഒരുപോലെ, നമ്മുടെ ഒരൊറ്റ ശൈലിയാ. എന്താ മാറാത്തത്? ദൈവം പറഞ്ഞത് കേൾക്കുവാൻ തയ്യാറല്ല. ഒരു കന്യകയായ പെൺകുട്ടിയോടാണ് അസംഭവ്യമായ ഒരു കാര്യം പറഞ്ഞത്. അവൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. നമുക്കും ദൈവിക ആലോചനകൾ ഏറ്റെടുക്കാം. അത് എന്റെ ജീവിതത്തിൽ, എന്റെ മകന്റെ, എന്റെ മകളുടെ, എന്റെ കുടുംബത്തിൽ, എന്റെ ഭവനത്തിൽ, എന്റെ ജോലിയിൽ, എന്റെ സ്ഥാപനത്തിൽ, എന്റെ സഭയിൽ തമ്പുരാൻ നടത്തി തരും എന്ന് വിശ്വസിക്കാം. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആ നിലയിൽ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ഞങ്ങൾ അങ്ങയെ പിൻപറ്റുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷകൾ അർപ്പിക്കുന്നതല്ലാതെ അങ്ങയിൽ നിന്നുള്ള ആലോചന കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ക്ഷമയോ സാവകാശമോ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇന്ന് എലിസബത്ത് മറിയയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ദൈവിക ആലോചന കേൾക്കുവാൻ, അത് സ്വീകരിപ്പാൻ, അത് നിവൃത്തിയാകുമെന്ന് വിശ്വസിപ്പാനുള്ള ദൈവകൃപ, വിശാല മനസ്ഥിതി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ അവിടുത്തെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ സങ്കടവും ഞങ്ങളുടെ കണ്ണുനീരും ഒക്കെ മാറി സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യണം. വചനം കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെ ദിനമാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവട്ടെ. അതുകൊണ്ട് ദൈവിക ആലോചന വിശ്വാസത്തോടെ കേൾക്കാം, സ്വീകരിക്കാം, വിശ്വസിക്കാം. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങനെ സാക്ഷ്യവും മാതൃകയും അതിലുമുപരിയായി വചനം പറയുന്ന ഭാഗ്യപദവിയിൽ മുൻപോട്ട് പോകുവാൻ ഇന്നത്തെ ദിനം തമ്പുരാൻ സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.